ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഒരു മുന്തിരി വളർത്തിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. നമ്മുടെ കേരളത്തിൽ പലർക്കും ഡൗട്ടാണ്, കേരളത്തിൽ മുന്തിരി വളരോ ഇല്ലയെന്ന് ഒത്തിരി ഡൗട്ട്സ് ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ കുറേ സംശയമുണ്ട് എല്ലാവർക്കും, ഈ മുന്തിരി എങ്ങനെ നട്ട് വളർത്തിയെടുക്കാം, എങ്ങനെ കായ്പ്പിച്ചെടുക്കാം എന്ന് ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഒത്തിരി കമൻറ്റുകൾ എനിക്ക് വന്നിരുന്നു, ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് മാറും. അപ്പോൾ ഒരു വീട്ടിൽ മുന്തിരി നടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എവിടെ നിന്നാണ് ഈ മുന്തിരി തൈ വാങ്ങിക്കാൻ പറ്റുക? പലരും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കമ്പോ അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ പോയി വാങ്ങിക്കണോ, അതെയോ വേറെ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒത്തിരി പേരോട് ചോദിച്ചിരുന്നു. ഞാൻ വാങ്ങിച്ച് എൻ്റെ വീടിന് അടുത്തുള്ള നഴ്സറി നിന്നാണ് വാങ്ങിച്ചത്. മിക്ക നഴ്സറിയിലും, നമ്മുടെ കേരളത്തിലുള്ള മിക്ക നഴ്സറിയിലും മുന്തിരിത്തൈ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മുന്തിരിത്തൈ വാങ്ങിക്കും. എനിക്ക് 100 രൂപയോ 80 രൂപയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുന്തിരിത്തൈ വാങ്ങിക്കാൻ പറ്റും. ഞാൻ വാങ്ങിച്ചേക്കുന്നത് സാധാരണ കുരുവുള്ള ടൈപ്പ് മുന്തിരിയാണ്. ഇതിപ്പോൾ എന്താ പറയുക, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുന്തിരി പഴുക്കാനുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 months ആണ്. 3 മാസം വേണ്ടി വരും. മുന്തിരി കായ്ച്ചിട്ട് അത് പഴുക്കാൻ വേണ്ടി 3 months വേണ്ടി വരും. അപ്പോൾ എല്ലാം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എവിടെ നടാന്ന്. അപ്പോൾ നടുന്ന വെച്ചാൽ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നടാൻ. നല്ല വെയിലുള്ള ഭാഗത്ത്, അതായത് വെയിലില്ലെങ്കിൽ ഈ മുന്തിരി ശരിയാകത്തില്ല. അത് നിങ്ങൾ തണലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മുന്തിരി നട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്ക് വളർന്നു വരില്ല. അപ്പോൾ ഇതിൻ്റെ ഈ മുന്തിരിയുടെ ചുവട് ഒരു തണലത്തായിരിക്കണം, പക്ഷെ ബാക്കിയുള്ള ഇതിൻ്റെ ശേഖരങ്ങൾ മുഴുവൻ നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കണം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ മുന്തിരിക്ക് എന്ത് വളമാണ് ഇടേണ്ടതെന്ന്. ഞാനിവിടെ ഇട്ടേക്കുന്നത് ചാണകമാണ് ഇട്ടേക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് എല്ലുപൊടി ഇടാറുണ്ട്. പിന്നെ അങ്ങനെ 2 കൂട്ടം വളങ്ങൾ മാത്രമേ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. എല്ലുപൊടി, അതുപോലെ തന്നെ ആട്ടുംകാഷ്ടം ഉണ്ടെങ്കിൽ ആട്ടുംകാഷ്ടം ഇടുമ്പോൾ, ആട്ടുംകാഷ്ടമില്ലാത്തതുകൊണ്ട് ചാണകപ്പൊടി ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ചാണകപ്പൊടിയാണ് ഞാനിവിടെ വളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പലരും ചോദിച്ചാൽ അടുത്ത ഡൗട്ടാണ്, എന്നാണ് ഈ മുന്തിരി നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റും? പലരും പറയുന്നത് മുന്തിരി നട്ടു ഇഷ്ടംപോലെ പടർന്ന് നിൽപ്പുണ്ട്, പക്ഷേ കായ്ക്കുന്നില്ലെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കും ഫസ്റ്റ് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് കമ്പം പോയപ്പം അവരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പം അവർ പറഞ്ഞ കാര്യം, പ്രൂൺ ചെയ്യാതെ നമുക്ക് ഒരിക്കലും മുന്തിരി പിടിക്കില്ല, അല്ലെങ്കിൽ മുന്തിരി കായ്ക്കില്ല. അല്ലെങ്കിൽ ഇടയ്ക്കൂടെ 1-2 മുന്തിരി കായ്ച്ചലായി. ഇപ്പോൾ ഈ പ്രാവശ്യം ഒത്തിരിയേറെ മുന്തിരി കായ്ച്ചിട്ട്, ഒത്തിരിയേറെ കഴിഞ്ഞ വർഷത്തെക്കാളും ഒത്തിരിയേറെ മുന്തിരി കായ്ച്ചു. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയായിരുന്നു. മഴയത്ത് കുറച്ചൊക്കെ ചാടിപ്പോയി കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ 2 പിള്ളേരുകളുണ്ട്. ഈ താഴെ വരുന്ന മുന്തിരിയൊക്കെ അവർ ഈ പറഞ്ഞ പോലെ അടിച്ച് പറിച്ച് കളഞ്ഞേ. അപ്പം മുന്തിരി എപ്പോഴും നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കും നടേണ്ടത്. അപ്പോൾ പ്രൂൺ ചെയ്യേണ്ട ഒരു കാര്യത്തിൻ്റെ, നമുക്ക് പ്രൂൺ ചെയ്യേണ്ടത്, നമുക്ക് ഈ എന്താ പറയുക, മഴക്കാലമൊക്കെ ഒന്ന് മാറി ഒരു വെയിൽ വന്നു കഴിയുമ്പം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂക്കുമ്പം ഈ പറഞ്ഞ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് എന്ത് വെച്ചാൽ, നിങ്ങളിപ്പം ഇത് നമ്മുടെ മഴക്കാലമൊക്കെ, നമ്മുടെ കേരളത്തിലാകുമ്പം മഴക്കാലമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പ്രൂൺ ചെയ്ത് വിടാം. അതായത് ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ പ്രൂൺ ചെയ്യാം. അപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തിൽ പ്രൂൺ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും. എന്താ പറയുക, നല്ല വെയിലത്ത്. ഇപ്പോൾ ഈ വെയിൽ കുറവായതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇതൊക്കെ അങ്ങോട്ട് പഴുക്കാതെ നിൽക്കുന്നത്. കുറേയൊക്കെ ഇടയ്ക്കൊക്കെ പഴുത്ത് നിൽക്കുന്നത് കാണാം. ഇവിടെയൊക്കെ നോക്കി പഴുത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം പഴുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് 2 ആഴ്ചയായിട്ട് ഇവിടെ മഴയായിരുന്നുകൊണ്ടാണ് ഇവിടെ ഇത്രയും പഴുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഇച്ചിരി വെയിലുണ്ടെങ്കിലേ ഉള്ളൂ ഈ പറഞ്ഞാൽ പെട്ടെന്ന് ഇത് പഴുത്ത് വരുള്ളൂ. അതുപോലെ പലരും ചോദിക്കാറുണ്ട്, ഒരു വർഷത്തിൽ 1 കൂടുതൽ തവണ പ്രൂൺ ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പ്രൂൺ ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിലാട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ വർഷം പ്രൂൺ ചെയ്ത്, അത് കഴിഞ്ഞ ഒക്ടോബറിൽ പ്രൂൺ ചെയ്തപ്പം ഞാൻ അതിനുശേഷം നമ്മുടെ എന്താ പറയുക, നമുക്ക് കടൽപ്പിണ്ണാക്ക് ഒന്ന് പുളിപ്പിച്ച് ഒഴിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒഴിച്ചില്ല. അങ്ങനെ ഒഴിക്കാത്തതുകൊണ്ട് 1-2 കൊല ഉണ്ടായുള്ളൂ. അപ്പം അതിനുശേഷം അത് ഞങ്ങൾ പറിച്ച ശേഷം പിന്നീട് ഞങ്ങൾ ഫെബ്രുവരിയിൽ പ്രൂൺ ചെയ്തു. നമ്മൾ ഫെബ്രുവരി പ്രൂൺ ചെയ്യാനുള്ള പ്രശ്നമുണ്ടല്ലോ. ഫെബ്രുവരി കഴിഞ്ഞ് പിന്നെ 3 മാസം വേണ്ടി വരും ഇത് ശരിക്ക് മെച്ചുറായി വരാൻ വേണ്ടി. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഈ മെയ് മാസമൊക്കെ വരുമ്പോഴത്തേക്കും സംഭവിക്കും നല്ല മഴ പെയ്യും. നമ്മുടെ നാട്ടിലിപ്പം മെയ് മാസമാണ്. ഈ മെയ് മാസത്തിൽ കുറേ മഴയുണ്ടാകും. ഈ മഴയത്ത് സംഭവിച്ചാൽ ഇതെല്ലാം പൊഴിഞ്ഞു പോകും. അപ്പം ചിലപ്പോൾ ജൂണിലോട്ട് മാറും. അപ്പോൾ ജൂണിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല മഴയാകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ താഴോട്ട് പൊഴിഞ്ഞു വീഴും. അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പ്രൂൺ ചെയ്യില്ല. പലരും ചോദിച്ച കാര്യമാണ്, ഏപ്രിൽ മാസം പ്രൂൺ ചെയ്യുന്നതിന് കുഴപ്പമാണ്, കാരണം മഴയില്ലല്ലോ. പക്ഷേ അന്നേരം മഴയില്ല. പക്ഷേ ഒരു പാകമായി വരുമ്പോഴത്തേക്കും മഴ വരും. ജൂൺ, ജൂലൈ മാസമൊക്കെ അന്നേരം മഴ വരും. അങ്ങനെ മഴയത്ത് ഇത് കടന്നിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊഴിഞ്ഞു പോകും, നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സമയത്തുണ്ടെങ്കിൽ നമ്മൾ ഒക്ടോബർ സമയത്ത് ഇത് പ്രൂൺ ചെയ്യുക. ഒക്ടോബർ, നവംബർ, അതായത് നമ്മുടെ കാലവർഷം എപ്പോൾ മാറുന്നു അപ്പോൾ പ്രൂൺ ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, ഒരാഴ്ച കഴിഞ്ഞ് തന്നെ
പ്രൂൺ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ ശേഖരങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ശേഖരങ്ങൾ വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പൂക്കളായിട്ടായിരിക്കും വരിക. അങ്ങനെ ഒക്ടോബറിൽ പ്രൂൺ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ എല്ലാവരും ചോദിച്ച ഡൗട്ടാണ്, പ്രൂൺ ചെയ്യുമ്പോൾ എല്ലാ ഇലകളും പറിച്ച് കളയണോ? തീർച്ചയായിട്ടും എല്ലാ ഇലകളും പറിച്ച് കളയണം കേട്ടോ. ആ പ്രൂൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക, ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ആ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ പ്രൂൺ ചെയ്യാൻ കേട്ടോ. അതുപോലെ പ്രൂൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കടലപ്പിണ്ണാക്ക് ഒരു ദിവസം പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പൂ വരില്ല കേട്ടോ, 1-2 പൂവേ വരുള്ളൂ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഈ കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് 1-2 പൂവേ വന്നുള്ളൂ. 1-2 പൂവ് വന്നു, കുറച്ച് കാ മാത്രമേ പിടിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഒക്ടോബർ ആയിരിക്കും ഏറ്റവും നല്ല സമയം. പക്ഷേ ഒക്ടോബർ മഴ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പ്രൂൺ ചെയ്യില്ല കേട്ടോ. കാരണം മഴയത്ത് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂ വരുമ്പോഴത്തേക്കും ആ പൂവിലോട്ട് വെള്ളം ചേർക്കുമ്പോഴത്തേക്കും പൂ അങ്ങോട്ട് പൊഴിഞ്ഞ് പോകും, നമുക്ക് കാ നന്നായിട്ട് പിടിക്കില്ല കേട്ടോ. പിന്നെ കുറേ പേർ ചോദിച്ച ക്വസ്റ്റ്യനാണ്, നമുക്കിന് ഇലയ്ക്കൊക്കെ വാട്ടം വരുമ്പോൾ എന്തെങ്കിലും മരുന്ന് അടിച്ചു കൊടുക്കണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഒരു മരുന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇതങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ മുന്തിരി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 വർഷത്തോളം നമുക്കിതിൻ്റെ വിളവ് കിട്ടും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു കീടനാശിനിയൊന്നും ഞങ്ങൾ അടിച്ചിട്ടില്ല. നമ്മൾ കമ്പൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ കീടനാശിനി കടിക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ കീടനാശിനികളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പം എന്താ പറയുക, കീടനാശിനി കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് നമ്മൾ കീടനാശിനികളൊന്നും അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഓരോന്നേ പഴുത്ത് വരുന്നുണ്ട്. അപ്പം എല്ലാം പഴുത്തിട്ടില്ല, ഇങ്ങനെ ഓരോന്നോരോന്ന് പഴുത്ത് വരുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇങ്ങനെ പഴുത്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മൊത്തത്തിൽ പഴുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും വെയിൽ കിട്ടുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത്. അതുപോലെ ഇങ്ങനെ പഴുത്ത് വന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മുന്തിരി നടുന്നവർ പറയാറുണ്ട്, കേരളത്തിലെ മുന്തിരിക്ക് ഭയങ്കര പുളിയാന്ന് പറയാറുണ്ട്. അയാളുടെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുന്തിരി പതുക്കെ നമ്മൾ പഴുക്കുമ്പോഴത്തേക്കും നമ്മൾ പറിച്ച് കഴിക്കുന്നതാണ് ഈ പുളി വീഴുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ പഴുത്തിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറിച്ച് നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ പലരും എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഇത് പറിച്ച് വയ്ക്കും, ചെറുതായിട്ട് ഇങ്ങനെ പഴുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറിച്ച് വയ്ക്കും. അങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകത്തുള്ളൂ, അത് ശരിക്കും പിന്നെ അത് പഴുത്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ വന്നിട്ട് 15 ദിവസം കഴിയാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പറിക്കില്ല കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയൊരു പ്രശ്നമാണ് ഈ പന്തൽ കെട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയുടെ ജസ്റ്റ് മുകളിൽ നമ്മൾ കൈകൊണ്ട് പിടിക്കാവുന്ന രീതിയിൽ നിൽക്കണം ഇതിൻ്റെ പന്തൽ. അപ്പോൾ നമുക്കിവിടെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ വീടിൻ്റെ സൈഡിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്, നമ്മളിത് നട്ടത്. അപ്പോൾ നട്ടപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ മുന്തിരി കായ്ക്കുന്നതൊക്കെ എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ സൈഡിൽ നട്ടപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പന്തൽ കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ പന്തൽ കെട്ടുമ്പോൾ ശരിക്കും നമ്മുടെ തലയ്ക്ക് മുകളിൽ ജസ്റ്റ് ഇത്ര നിൽക്കാവുള്ളൂ, ഒരു എന്താ പറയുക, നമുക്ക് കൈ എത്തുന്ന രീതിയിൽ പറിക്കാവുന്ന രീതിയിലായിരിക്കണം ഈ പന്തൽ കെട്ടേണ്ടത്. ഇപ്പോൾ ഈ പന്തൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് ചെരിഞ്ഞു പോയി കണ്ടോ. ഇങ്ങനെ ചെരിഞ്ഞൊരിക്കലും കെട്ടില്ല, എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും പന്തൽ. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയാലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മുന്തിരി ശരിക്ക് നമുക്ക് ശരിക്കും വളരില്ല. ഈ ശരിക്കും താഴോട്ട് തൂങ്ങിക്കിടന്നാലേ ഉള്ളൂ ശരിക്കും നന്നായിട്ട് വളരുള്ളൂ. നല്ല വലിപ്പമുള്ള കൊലയുണ്ടാണെങ്കിൽ ശരിക്കും പന്തൽ നേരെ നിൽക്കണം. അതുപോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ കിളികളൊക്കെ വന്നിട്ട് കൊത്തിക്കൊണ്ട് പോകും. ഇവിടെയൊക്കെ കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കിളികളൊക്കെ. കാരണം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കിളികളൊക്കെ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നേരെ നിൽക്കുവാണെങ്കിൽ കിളികൾക്ക് അത്ര കാണാൻ പറ്റില്ല, അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല കേട്ടോ. അതുപോലെ കറക്റ്റായിട്ട് വെയിലും അടിക്കും. ഇങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെയിലടിക്കില്ല. ഇത് ഇത്രയും തൂങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കി ഇത്രയും തൂങ്ങിയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കയറി, ഇതിൻ്റെ ഇലയുടെ ഭാരവും അതുപോലെ തന്നെ കായയുടെ ഭാരമൊക്കെ വന്നപ്പോഴത്തേക്കും വെയിറ്റ് വന്നപ്പോഴത്തേക്കും ഇതിങ്ങനെ ഈ രീതിയിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ പന്തലുണ്ടാക്കുമ്പോൾ ശരിക്കും നിങ്ങൾ നല്ലൊരു ബലമുള്ള എന്തെങ്കിലും ഇരുമ്പിൻ്റെ എന്തെങ്കിലും തൂണൊക്കെ നാട്ടി വേണം നിങ്ങൾ നടുമ്പം നടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തൂങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ശരിക്ക് വിളവ് കിട്ടത്തില്ല, ശരിക്ക് വെയിലടിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പന്തലിടുമ്പോൾ സൂക്ഷിക്കാം കേട്ടോ. ചോദിക്കാറുണ്ട്, എന്നാണ് മുന്തിരി എത്ര വർഷം കഴിയുമ്പോൾ മുന്തിരി പ്രൂൺ ചെയ്യാൻ പറ്റും, അതായത് നട്ട് എത്ര വർഷം കഴിയുമ്പോൾ പ്രൂൺ ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ഈ തണ്ട് കട്ടി വെക്കുന്നതനുസരിച്ചാണ് കേട്ടോ. നമ്മൾ തണ്ട് കട്ടി നോക്കാം, അത്യാവശ്യം തണ്ട് കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്തൊരു കാര്യമുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ 3.5 വർഷമായിട്ടുള്ള ചെടിയാണ്, 2 ചെടിയുണ്ട്, 3.5 വർഷമായതാണ്. അപ്പം എന്താ പറയുക, ആദ്യകാലങ്ങളിൽ ഇത് ചെറിയ തണ്ടായിരുന്നപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യും, അതായത് ഏകദേശം ഇത്രയുള്ള ഉണ്ടായിരുന്നപ്പം പ്രൂൺ ചെയ്യുമ്പോൾ കുറച്ച് കായ്ക്കുള്ളൂ, അതായത് കുറച്ച് കൊലകൾ മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഈ തണ്ടുകെട്ട് വെക്കുന്നതോറും ഇതിന് എന്താ പറയുക, നമുക്ക് കൂടുതൽ
മുന്തിരി ഉണ്ടാകുന്നു, കൂടുതൽ ശകലങ്ങളുണ്ടാകുന്നു. ഈ ശകലങ്ങളൊക്കെ നല്ല കട്ടി വെക്കുമ്പോഴാണ് നല്ല രീതിയിൽ വിളവുണ്ടാകുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യനാണ്, എത്ര ദിവസം എല്ലാ ദിവസവും മുന്തിരി നനയ്ക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഒന്നരാടം ദിവസം നനച്ചാൽ മതി കേട്ടോ, എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നരാടം ദിവസം മുന്തിരി നനച്ചാൽ മതി. അതുപോലെ ഈ മുന്തിരിയുടെ ചുവട് എപ്പോഴും തണലത്തായിരിക്കണം, വെയിലത്തായിരിക്കില്ല. വെയിലത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം പറ്റിപ്പോകും. പക്ഷേ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ശകലങ്ങൾ എപ്പോഴും നല്ല വെയിലത്തായിരിക്കണം. മുന്തിരിക്ക് വേണ്ട കാലാവസ്ഥയുണ്ട്, നല്ല ചൂട് കാലാവസ്ഥ കേട്ടോ. നമ്മൾ പലരും ചോദിക്കുന്നത് ഹൈ റേഞ്ചിലൊക്കെ മുന്തിരി ഉണ്ടാകുമെന്ന് ചോദിക്കാറുണ്ട്. അവിടെ തണുത്ത കാലാവസ്ഥയാണ്. പക്ഷേ തണുത്ത കാലാവസ്ഥ മുന്തിരിക്ക് അത്ര എന്താ പറയുക, അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാലാവസ്ഥയല്ല. കൂടുതൽ മുന്തിരി ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ ചൂടുള്ള കാലാവസ്ഥയിലാണ്. നിങ്ങൾ കമ്പൊക്കെ പോയി കാണാൻ പറ്റും, അവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. ആ ചൂടുള്ള കാലാവസ്ഥയിലാണ് മുന്തിരി നന്നായിട്ട് കായ്ക്കുന്നു കേട്ടോ. നമ്മൾ മുന്തിരി നട്ട് ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ വിളവ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ തണ്ടുകട്ടി കൂടും, അപ്പോഴത്തേക്കും വിളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എല്ലാ വർഷം പ്രൂൺ ചെയ്യുക. എല്ലാ വർഷം 2 തവണ പ്രൂൺ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഒക്ടോബറിലും അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസത്തിലും പ്രൂൺ ചെയ്യുക. അതിനുശേഷം ഒരു കാരണവശാലും പ്രൂൺ ചെയ്യാൻ പാടില്ല. അതായത് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ പ്രൂൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കായ ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം ആ ഒരു മഴയത്ത്, ജൂൺ ജൂലൈ മഴയത്ത് എല്ലാം പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രൂൺ ചെയ്യാൻ പാടില്ല കേട്ടോ. അതുപോലെ പലരും ചോദിക്കാറുണ്ട് എവിടെ നടണം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്തിരി നട്ടേക്കുന്ന ഈ സൈഡിലാന്ന് പറഞ്ഞു. ഈ സൈഡിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ആയിട്ട് ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ ഒത്തിരിയേറെ പറയുന്നുണ്ടല്ലോ. അപ്പം നട്ടുപോയി, ഈ സൈഡിൽ നട്ടുപോയി. പക്ഷേ ഞാൻ ഇനി നടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഈ വീടിൻ്റെ സൈഡിൽ നട്ടു കഴിഞ്ഞാൽ ചിലപ്പം പാമ്പ് മറ്റും കയറി വീട്ടിലോട്ട് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓന്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതേന്ന് കയറി വീടിനകത്തോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ നടുന്നത് ഞാനിപ്പോൾ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു വീടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ന്യൂസും കേട്ടല്ലോ, അവിടെ പാമ്പിൻ്റെ ശല്യം, പാമ്പ് മുന്തിരി വള്ളിക്കൂടെ കയറി അകത്തോട്ട് കയറുന്നൊക്കെ നമ്മൾ ഉത്തരവിക്കൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇനി നടുന്നവർ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ സൈഡിലോട്ട് വീടിനോട് ചേർന്ന് നട്ടുവയ്ക്കില്ല, കുറച്ച് മാറ്റി നടന്നായിരിക്കും കുറച്ചും കൂടെ യോജിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ മുന്തിരിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞ് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുക്കുക. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ ഒരു കണ്ടീഷൻ മറക്കില്ല കേട്ടോ. എന്നാലേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.